ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അവരോട് പറയുന്നു. എന്നാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും? ഇത് മനസ്സിലാക്കാനുള്ള ഒരു 5 വഴികളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നോക്കാം എന്തൊക്കെ വഴികളിലൂടെയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം നോക്കും എന്നതാണ്. അതായത് നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ വാച്ചിലേക്കും അല്ലെങ്കിൽ ഫോണിലേക്കൊക്കെ ഇങ്ങനെ സമയം നോക്കും. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അവർ വാച്ചിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫോണിലേക്കൊക്കെ ഇങ്ങനെ സമയം നോക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സബ്ജക്റ്റ് അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇതുമല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് അവർ പണ്ടേ വിട്ടതായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതലായിട്ട് ഒന്നും അറിയേണ്ട. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും അവരെപ്പോഴും അവരുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ വാച്ചിലേക്കൊക്കെ നോക്കി സമയം നോക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു തൃപ്തിയില്ലാത്തൊരു ചിരിയായിരിക്കും. അതായത് നിങ്ങളൊരു കാര്യം അവരോട് പറയുകയാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഉണ്ടാക്കി അങ്ങോട്ട് ചിരിക്കും. അതായത് ഒരു ഫോഴ്സ്ഡ് സ്മൈല്, ആരോ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് പോലെ. നിങ്ങൾക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നില്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇരുന്ന് ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ചിരി, അതായത് നിങ്ങൾക്കൊന്നും തോന്നണ്ട അല്ലെങ്കിൽ നിങ്ങൾ മുഷിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് കേട്ടിട്ടും ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ച് കാണിക്കുന്നത്. സോ നിങ്ങളൊരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കി ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സബ്ജക്റ്റ് തന്നെ അങ്ങോട്ട് മാറ്റിക്കോ. കാരണം അവർക്കത് കേൾക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കൈ കെട്ടിയിരിക്കും എന്നതാണ്. അതായത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു വ്യക്തി കൈയൊക്കെ കെട്ടി തറയിലേക്കൊക്കെ നോക്കിയിരിക്കും. ഇതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ടോപ്പിക്ക് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല, നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് തന്നെ അങ്ങ് മാറ്റിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ്, അതുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൈയൊക്കെ കെട്ടി നിലത്തേക്കൊക്കെ നോക്കിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരിങ്ങനെ കൈയൊക്കെ കെട്ടി ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തന്നെ അങ്ങോട്ട് മാറ്റിക്കോണം. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയിരിക്കും എന്നതാണ്. അതായത് നിങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫേസിൽ നോക്കാതെ ഈ ഒരു വ്യക്തി അവിടെയും ഇവിടെയൊക്കെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും. ഇങ്ങനെ ഫോണിലൊക്കെ നോക്കുന്നു, അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവർക്ക് ആ ഒരു ടോപ്പിക്കേ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നല്ല ബോറിംഗ് ആണ്. നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് തന്നെ അങ്ങോട്ട് മാറ്റിക്കോണം. ഇതാണ് നാലാമത്തെ ഒരു പോയിന്റ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹറി പേഴ്സൺ ആണ്. അതായത് ഈ ഒരു വ്യക്തി എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ധൃതിപ്പെട്ട് നിൽക്കുകയാണ്, അതായത് പെട്ടെന്ന് പോകണം. ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരാളോട് പോയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവരെന്താണെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കത്തേ ഇല്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമായിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ ആ ജോലിയിലായിരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കത്തില്ല. സോ ആ ഒരു സമയത്ത് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകാതിരിക്കുക. ഇതാണ് അഞ്ചാമത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഈ പറഞ്ഞ 5 പോയിന്റൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.